പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മാരിയോ ജിജി എന്ന ദമ്പതിമാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ന്യൂസുകളും കളിയാക്കുന്ന വീഡിയോസും ഒക്കെയാണ്. അത് കണ്ടപ്പോൾ വളരെ ഭാരം തോന്നി. കാരണം അവരുടെ ശുശ്രൂഷ കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് അനുഗ്രഹമായിരുന്നു. അവർ പങ്കുവച്ച വചനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ പലരെയും മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും നിരാശയിൽ നിന്ന് കരകയറ്റുവാനും ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിച്ചതാണ്. തകർന്ന കുടുംബ ബന്ധങ്ങളെ പണിയുവാൻ ദൈവം ഈ രണ്ട് ശുശ്രൂഷകന്മാരെയും ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോൾ സത്യമാണോ എന്നറിയില്ല, അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഈ കഠിനമേറിയ അനുഭവങ്ങളിൽ നമുക്ക് അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അവരെ കളിയാക്കുന്നത്. അവരുടെ മുമ്പ് പറഞ്ഞ സന്ദേശങ്ങളും ഒക്കെ എടുത്ത് വളരെയധികം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിറച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ആരെയും വിധിക്കരുത്. നമ്മുടെ ജീവിതത്തിലും കുറവുകളില്ലേ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഇല്ലേ? നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ അതെത്ര വേദനിപ്പിക്കുന്നതായിരിക്കും അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര വേദനയായിരിക്കും. ദൈവം നമ്മെ സൂക്ഷിച്ചു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായ തകർച്ചകളും വേദനകളുമൊക്കെ ദൈവം പരിഹരിക്കുവാനായിട്ട് നമ്മെ സഹായിച്ചു. അപ്പോൾ തന്നെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിരിക്കും. വിധിക്കുമ്പോൾ ഓർക്കുക, ദൈവവചനം നമ്മോട് പറയുന്നു, വിധിക്കുന്ന അളവിനാൽ നമുക്കും തിരികെ കിട്ടും. ആരെയും വിധിക്കരുത് എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, വിധിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക. ആ കുടുംബം കടന്നു പോകുന്ന വേദനയുടെ സന്ദർഭങ്ങൾ നമുക്ക് അവരെ ഓർത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, സമാധാനം കൊടുക്കണമേ, അവരുടെ ജീവിതത്തെ വീണ്ടും പുതുക്കി പണിയണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അത് ആ ശുശ്രൂഷകന്മാരെ ഓർത്ത് മാത്രമല്ല കേട്ടോ, അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് വിധിക്കുന്നത് നിർത്തിയിട്ട്, കളിയാക്കുന്നത് നിർത്തിയിട്ട് ഒരു നിമിഷം ആ കുടുംബത്തെയും നമുക്ക് ചുറ്റുമുള്ള അനേക വേദനിക്കുന്ന വ്യക്തികളെയും ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ദൈവത്തിന് വളരെ പ്രീതിയുള്ളതാണ്, ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. നമുക്ക് മറ്റൊരുവൻ്റെ വേദനയിൽ കൂടെ നിൽക്കാം, പ്രാർത്ഥിക്കാം, കരം കൊടുക്കാം, ചുമൽ കൊടുക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു.